മാർഗതാരിലലിയും ആത്മാവിനാനന്ദം നീയേ. കാവൽ വിളക്കായി തെളിയേണമുള്ളിൽ ചിരകാലമേ സ്നേഹനാളം. ഓരോ രാവും ഓരോ പകലും നിന്മാറിൽ ചാരുന്ന പൈതലാം. എന്നും ഉള്ളിൽ നിൻ സ്നേഹരൂപം, ആരാധന നിനക്കെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ചിന്തകളാണ്. ഒരടി നമുക്കങ്ങനെ പാടിയിട്ട ചിന്തയിലേക്ക് കടക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പിൻ്റെ നാളിലേക്ക് നാം അതിവേഗം കടക്കുമ്പോൾ ഇന്നത്തെ ചിന്ത നമ്മുടെ കർത്താവ് വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കിയതായ അനുഗ്രഹീത സംഭവമാണ്. ആത്മാവും ശരീരവും ദൈവത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടതായ സന്തോഷങ്ങളുടെ പരിപൂർണമായ വർജനം, അതോട് ചേർന്ന് നോമ്പോട് ചേർന്ന് ഒട്ടും അടർത്തി മാറ്റാത്ത ഒന്നാണ് ഉപവാസം. ഫാസ്റ്റിംഗ് ഈസ് നോട്ട് ടു കിൽ ദ ബോഡി ബട്ട് കിൽ ദി ഈവിൽ പാഷൻ. ഉപവാസം ശരീരത്തെ നശിപ്പിക്കുന്നില്ല, മറിച്ച് ഉപവാസം നമ്മുടെ ദോഷകാരികളായതിനെ നശിപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ആയതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പിലേക്ക് ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിവർത്തിക്കുകയും നമ്മെ ദൈവത്തിന് അനുഗ്രഹങ്ങളായി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ നല്ല ഒരു ദൈവമക്കളായി ഈ നോമ്പിൻ്റെ സമയങ്ങളിൽ പൂർണ്ണമായി വർജിക്കേണ്ടതിനെ വർജിച്ച് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് ഒരു ഉത്തമനായ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ തക്കവണ്ണം ഈ ചിന്ത നമ്മോട് കൂടെ ഇരിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ, നമ്മെ ധന്യരാക്കട്ടെ. ആമീൻ.